ഹായ്, ഞാൻ രാജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ശിഖ ഓർക്കിഡ്സിലെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെലനോപ്സിസിൽ നിറച്ച് പൂക്കളുണ്ടാകാനായിട്ട് ഒരു ഫെർട്ടിലൈസർ പരിചയപ്പെടുത്താമെന്ന്. അതുപോലെ നമ്മൾ ശിഖ ഓർക്കിഡ്സിൽ നിന്ന് വാങ്ങിയ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കൂടിയാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഫെർട്ടിലൈസർ തയ്യാറാക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ ഒരു 4-5 അല്ലി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച ശേഷം അതൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അത് നമ്മൾ ചെറിയ ഇതുപോലെ ഒരു നല്ലൊരു തുണിയിൽ അതൊന്ന് മുക്കിയ ശേഷം ഇതുപോലെ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ ലീഫിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുമ്പോൾ ആ ഫെർട്ടിലൈസർ നല്ല രീതിയിൽ നമ്മുടെ ഓർക്കിഡിന് വലിച്ചെടുക്കാൻ പറ്റും. നമ്മൾ വേര് വഴി വലിച്ചെടുക്കുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് നമ്മളെ ഇലകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫെർട്ടിലൈസർ നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇലകളുടെ മുകൾ ഭാഗത്തും അതുപോലെ അടിഭാഗത്തും ഒക്കെ നല്ല രീതിയിൽ നമ്മളൊന്ന് തുടച്ചു കൊടുക്കുക. ബാക്കി വരുന്ന ആ ഒരു ഫെർട്ടിലൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചെടിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കാണിച്ച ആ ഒരു ബഡ് കണ്ടില്ലേ, അത് ഞാനിപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ആദ്യമായിട്ടല്ല കൊടുക്കുന്നത്, 1 മാസം കൊണ്ട് നമ്മൾ ഈ ഒരു ഓർക്കിഡിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ട് വന്നൊരു മാറ്റമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വീണ്ടും അതിലൊരു ബഡ് വന്നിട്ടുണ്ട്. അങ്ങനെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇത് കൊടുക്കുന്ന ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലും ഫെലനോപ്സിസ് ഓർക്കിഡുണ്ട്, പൂക്കാതെ നിൽക്കുന്ന ഓർക്കിഡുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെർട്ടിലൈസർ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തു നോക്കുക. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഈ ഒരു ഫെർട്ടിലൈസർ ഓർക്കിഡിനൊന്ന് കൊടുത്തു നോക്കുക. ഇനി എനിക്ക് ശിഖ ഓർക്കിഡ്സിൽ നിന്ന് വന്ന ആ ഒരു ഫെലനോപ്സിസ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല പ്ലാന്റാണ്. അതുപോലെ ഫ്ലവറൊന്നും പോകാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ കൊണ്ട് നല്ലപോലെ സേഫായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താ കണ്ടില്ലേ, ഈ ഒരു കളറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി അവിടെ കയ്യിലുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ഒരു കളറാണ്. എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ കാണുമായിരിക്കും. എൻ്റെ കയ്യിൽ അധികം കളക്ഷൻസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം കണ്ടിട്ടില്ല ഈ ഒരു കളറും. അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. എന്തായാലും നല്ല പ്ലാന്റാണ് കേട്ടോ. ഇനി ഇത് ഞാൻ എങ്ങനെയാണ് പോട്ട് ചെയ്തെന്നുകൂടി കാണിച്ചു തരാം. കൊറിയർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് രാത്രിയിലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ വീണ്ടും ആ പ്ലാന്റിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പൂവിൻ്റെ ഭംഗിയൊക്കെ അറിയാൻ പറ്റുന്നുള്ളൂ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഞാനിത് പോട്ട് ചെയ്യുന്നത് ഒരു തടി കഷ്ണത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ റൂട്ടുകളും. ഞാൻ എന്തായാലും ഒരു പോട്ടി മിക്സ് എടുത്ത് മാറ്റുന്നില്ല കേട്ടോ, അതോടുകൂടി തന്നെ ഇതിൽ വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു തടി കഷ്ണത്തിൽ ഇതുപോലെ വെച്ചിട്ട് എന്തെങ്കിലും ചെറിയൊരു കയറോ എന്തെങ്കിലും കൊണ്ട് നമ്മളൊന്ന് ചുറ്റി കൊടുക്കുക. ഇത് ഞാൻ മുന്നേ അവിടെ വെച്ചിട്ടുള്ളൊരു ഫെലനോപ്സിസാണ്. അതിലും ഫ്ലവർ ആയതല്ല, ഒരു നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. നമ്മൾ നന്നായിട്ട് ആ ഒരു കയറുകൊണ്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ ഒരു ഫെലനോപ്സിസ് ഈ ഒരു വുഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫെലനോപ്സിസിൻ്റെ ഈ ഒരു വെറൈറ്റി നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശിഖ ഓർക്കിഡ്സിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.